ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു IOL ടോക്സ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് ഫ്രൈഡ് ചിക്കനാണ്. അത് നല്ല സ്പൈസി ഫ്രൈഡ് ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന റെസിപ്പി ഫ്രൈഡ് ചിക്കനാണ്. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് ചിക്കൻ വേണം. ഞാൻ 800 ഗ്രാംസ് ചിക്കനാണ് എടുത്തേക്കുന്നത്. ഒരു മീഡിയം സൈസിലുള്ള ഒരു ചിക്കൻ ബോൺലെസ് പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ കേർഡ് വേണം, പിന്നെ മൈദ. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് സോയ സോസ് ആണ്. സോയ സോസിൽ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് നമുക്കത് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ അത് ഓപ്ഷനിലാണ്. പിന്നെ എഗ് എടുത്തിട്ടുണ്ട്, പിന്നെ റെഡ് ചില്ലി പൗഡർ നമ്മൾ എടുത്തിട്ടുണ്ട്, പിന്നെ പെപ്പർ പൗഡർ, സോൾട്ട്, ഗാർലിക്കും ഓണിയനും കൂടി ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ആക്കിയത്, പിന്നെ മിൽക്ക് പൗഡർ. ഇത്ര ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് അടിപൊളി ഫ്രൈഡ് ചിക്കൻ എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അപ്പോൾ നമ്മൾ കേർഡിലേക്ക് നമുക്ക് ആവശ്യത്തിന് നമ്മൾ വാട്ടർ ആഡ് ചെയ്യണം. ജസ്റ്റ് ഒന്ന് നമ്മുടെ എന്തോ ഒരു ചിക്കൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് സോക്കായി കിടക്കാനുള്ളതനുസരിച്ച് നമുക്ക് വാട്ടർ ആഡ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് കേർഡ് ഇല്ലെങ്കിൽ നമുക്ക് ബട്ടർ മിൽക്ക് ഉണ്ടാക്കാം. നമ്മൾ മിൽക്കിലേക്ക് കുറച്ച് വിനീഗർ ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ബട്ടർ മിൽക്ക് റെഡിയാവും. അപ്പോൾ നമ്മൾ ഇതിലേക്ക് നമ്മുടെ ചിക്കൻ സോക്കായി കിടക്കാവുന്ന രീതിയിൽ നമുക്ക് അപ്പോൾ നമ്മളിപ്പോൾ കേർഡിൽ നമുക്ക് ആവശ്യത്തിനുള്ള വാട്ടർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള പെപ്പർ പൗഡർ നമുക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ഞാനൊരു 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള സോൾട്ട് നമുക്ക് ആഡ് ചെയ്യണം. സോൾട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കണ ഗാർലിക്കും ഒണിയൻ പേസ്റ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് സോയ സോസ് നമുക്ക് ആഡ് ചെയ്യാം. ഫ്ലേവറിനനുസരിച്ച് സോയ സോസ് നമുക്ക് ആഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ചിക്കൻ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് 30 മിനിറ്റ്സ് റെഫ്രിജറേറ്ററിലോ അല്ലെങ്കിൽ പുറത്ത് വെച്ച് നമുക്കിതൊന്ന് അപ്പോൾ നമ്മളിത് 30 മിനിറ്റ്സ് നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചായിരുന്നു. അപ്പോൾ ഇത് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ചിക്കൻ്റെ പീസെല്ലാം എടുത്ത് നമുക്ക് ഒരു ബൗളിലേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ ഇത് നമ്മളിത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റെഡ് ചില്ലി പൗഡർ നമുക്ക് ആഡ് ചെയ്യാം. സ്പൈസി ആയിട്ട് ഞാൻ ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ അതിനനുസരിച്ച് ഒരു 1 ടേബിൾ സ്പൂൺ പൗഡർ ആഡ് ചെയ്തിട്ട് റെഡ് ചില്ലി പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പെപ്പർ പൗഡർ ആഡ് ചെയ്യണം. 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. ഒരു 1/2 ടീസ്പൂൺ നമുക്ക് ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എഗ്ഗ് ആഡ് ചെയ്യാം. ഒരു എഗ്ഗ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം മിക്സ് ചെയ്യാം നന്നായിട്ട്. എല്ലാം ഞാൻ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഹാൻഡ് ഉപയോഗിച്ചായിട്ട് മിക്സ് ആക്കി വെക്കുന്നത്. അപ്പോൾ നന്നായിട്ട് അതിലെല്ലാം പിടിക്കുള്ളൂ. എന്നിട്ട് നമുക്കിതൊരു 3 hours ഒരു 2 hours മാക്സിമം എങ്കിലും നമുക്കിത് റെഫ്രിജറേറ്റ് ചെയ്യണം. അപ്പോൾ ഫ്രൈഡ് ചിക്കനുള്ള കോട്ടിങ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന മിൽക്ക് പൗഡർ നമ്മൾ ഒരു 2 ടീസ്പൂൺ ഉണ്ടാവും. അത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 2 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു കുറച്ച് സോൾട്ട് നമുക്ക് ആഡ് ചെയ്യണം. പിന്നെ റെഡ് ചില്ലി പൗഡർ ജസ്റ്റ് ഒരു കളറിന് വേണ്ടി നമുക്കൊരു 1/2 ടീസ്പൂൺ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ ചിക്കൻ 2 hours ഞാൻ റെഫ്രിജറേറ്റ് ചെയ്തു. നമുക്ക് മാക്സിമം നമ്മൾ 4 മണിക്കൂർ 5 മണിക്കൂറൊക്കെ അത്രയും ടേസ്റ്റ് കൂടും. അപ്പോൾ നമുക്ക് ടൈം ഇല്ലാത്തതിന് 2 hours ഇത് റെഫ്രിജറേറ്റ് ചെയ്തിട്ടുണ്ട്.
ഇനി നമുക്കിത് എങ്ങനെ അതിൻ്റെ കോട്ടിങ് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ ചിക്കൻ എടുത്തിട്ട് നമ്മൾ ഈ മൈദയുടെ ഡിപ്പിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കോട്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഐസ് വാട്ടർ ഒന്നെങ്കിൽ ഐസ് അല്ലെങ്കിൽ ഐസ് വാട്ടർ നല്ല എടുത്തിട്ട് നമ്മളൊരു 3 സെക്കൻഡ് നമ്മൾ അതിലേക്ക് മുക്കി വയ്ക്കണം. എന്നിട്ട് നമ്മൾ അതെടുത്തിട്ട് നമ്മൾ പിന്നെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് അതിൻ്റെ ലെയർ ഉണ്ടാക്കിയെടുക്കണം. അപ്പോഴാണ് അതിന് ലെയർ ഉണ്ടാവുന്നത്. അതേ നമ്മുടെ ഫസ്റ്റത്തെ ചിക്കൻ ഇങ്ങനെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയെല്ലാം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഓരോടെ കാണിച്ചു തരാം. സെക്കൻഡ് ഇട്ടേണ്ട നമുക്ക് അപ്പം തന്നെ എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്ത് നമ്മൾ പിടിക്കണം കേട്ടോ. അപ്പോഴാണ് ആ ലെയർ ഉണ്ടാവുന്നത്. അങ്ങനെയാണ് അതിന് നല്ല ക്രിസ്പി ലെയേഴ്സ് ഉണ്ടാവുന്നത്. നമുക്ക് നോക്കാം. നമ്മൾ ആ പൊടിയെല്ലാം നമുക്ക് തട്ടിയെടുക്കാം. അപ്പോൾ ഒരു സെക്കൻഡ് അങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് ഇതുപോലെ ഫോളോ ചെയ്തെടുക്കാം. അപ്പം ഞാൻ എല്ലാം ഡിപ്പ് ചെയ്തിട്ട് എൻ്റെ ഈ കളർ റെഡ് കളർ കാണുന്നത് ഞാൻ സ്പൈസി ആയിട്ട് ഉണ്ടാക്കിയേക്കണം. നിങ്ങൾക്കിപ്പോൾ സ്പൈസ് വേണമെങ്കിൽ നോർമലായിട്ട് അങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ ഇത് നമുക്കിനി ഇത് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്യാൻ പോകാം. അപ്പോൾ ഇത് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഹൈ ഫ്ലെയിമിൽ വെക്കണം. ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് കഴിഞ്ഞിട്ടാണ് നമ്മളിത് ലോ ഫ്ലെയിമിലേക്ക് ആക്കാൻ പോകുള്ളൂ. ലോ ഫ്ലെയിമിൽ വെച്ച് ഉണ്ടാക്കണം കേട്ടോ. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഉണ്ടാക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതിൻ്റെ ഉള്ളിൽ വേവില്ല. അപ്പോൾ നമുക്ക് ഇനി ഇത് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആകുമ്പോൾ നമുക്ക് മറിച്ചിടാം. അപ്പോൾ ഇത് ഞാനൊരു സൈഡ് മറിച്ചിട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ടിത് ആവണം. എന്നിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഗായ്സ് നമ്മുടെ അടിപൊളി ഫ്രൈഡ് ചിക്കനോട് റെഡി ആയിട്ടുണ്ട്. അതും കുറച്ച് സാധനങ്ങളോട് നമ്മൾ ഉണ്ടാക്കിയ ഫ്രൈഡ് ചിക്കനാണ്. അപ്പോൾ അതെല്ലാവരും ട്രൈ ചെയ്യണം. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് അറിയിക്കണം. പിന്നെ ഞാനിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതിലേക്ക് ബൈ.